താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ജാമ്യം അനുവദിച്ചത്. 100 ദിവസമായി ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണെന്ന വാദം പരിഗണിച്ചാണ് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ ബോണ്ടും ആൾജാമ്യവും നൽകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്. രാജ്യം വിട്ടുപോകരുത്. ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കം ഉണ്ടാകാൻ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിനെതിരാണെന്ന് കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചത്. പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവരുടെ ജീവൻ അപകടത്തിലാകുമെന്നും വിലയിരുത്തി നേരത്തെ ഇവരുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. ക്രിമിനൽ നിയമ സംവിധാനം ലക്ഷ്യമിടുന്നത് പരിവർത്തനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതി നേരത്തെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിന് സൗകര്യമൊരുക്കാനും നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഈ നീതി തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. കോപ്പി അടിച്ചാൽ പോലും 3 വർഷം ഡീബാർ ചെയ്യുന്ന സ്ഥലത്താണ് ഇത്തരം കുട്ടികളെ തുടർ പഠനത്തിന് തുറസായ സ്ഥലത്തേക്ക് പഠിക്കാൻ സർക്കാർ അനുവദിക്കുന്നതെന്നും പിതാവ് പറഞ്ഞു. തന്റെ വേദന മറ്റാർക്കും ഉണ്ടാകരുതെന്നും ഇക്ബാൽ വ്യക്തമാക്കി. ഈ വാർത്ത കേട്ടതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമത്തിലാണ്. അതായത് ഒരിക്കലും നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുക എന്നുള്ളത്. പക്ഷേ ഈ നിയമം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നീതിയാണ്. ഇനിയും തുടർ പഠനത്തിന് തുറസായ വേദിയിലേക്ക് അവസരമൊരുക്കിയ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട നീതിപീഠത്തോടും ഞാൻ വളരെയേറെ അമർഷം രേഖപ്പെടുത്തുകയാണ്. ട്യൂഷൻ സെന്ററിലുണ്ടായ യാത്രയപ്പ് ചടങ്ങിലെ പ്രശ്നങ്ങൾക്കൊടുവിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഷഹബാസ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് മരിച്ചത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.